ടൈപ്സ് ഓഫ് കിസ്സിനെ പറ്റി പറയുമ്പോൾ ടൈപ്സ് ഓഫ് ഹഗ്ഗിനെ പറ്റിയും പറയണ്ടേ. നമ്മളിന്ന് പറയാൻ പോകുന്നത് 8 ടൈപ്സ് ഓഫ് ഹഗ്ഗിനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ ഹഗ് എന്ന് പറയുന്നത് ബിയർ ഹഗ്ഗാണ്. കരടി ഹഗ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് ചേർത്ത് കെട്ടിപ്പിടിക്കും. അതിനെയാണ് ബിയർ ഹഗ് എന്ന് പറയുക. യൂഷ്വലി ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്ന സമയത്തും അഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്തും ഒക്കെയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് അമർത്തി പിടിക്കുക എന്ന് വെച്ച് ഞെരിക്ക് കൊല്ലല്ല കേട്ടോ, കുറച്ചൊരു ടൈറ്റ്നെസ് ഉണ്ടാവും. അപ്പം അതിനെയാണ് ബിയർ ഹഗ് എന്ന് പറയാം. അഫെക്ഷൻ, പ്രൊട്ടക്ഷൻ, സപ്പോർട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഐ ആം വിത്ത് യു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു ഹഗ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് സൈഡ് ഹഗ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ സൈഡ് ഹഗ് ചെയ്യില്ലേ, കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള. ഇറ്റ്സ് ലൈക്ക് ഐ ആം വിത്ത് യു ബട്ട് വി ആർ കീപ്പിംഗ് ഇറ്റ് ലൈറ്റ്. മൂന്നാമത്തെയാണ് ബാക്ക് ഹഗ്. അതായത് ബാക്കിലൂടെ പോയി ഒന്നുമില്ലെങ്കിൽ ഇടുപ്പിൽ വേസ്റ്റിൽ പിടിക്കുക, അല്ലെങ്കിൽ ബാക്കിലൂടെ പോയി ഇങ്ങനെ ഷോൾഡറിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് ചെസ്റ്റിൽ പിടിക്കുന്നതൊക്കെയാണ് ബാക്ക് ഹഗ്ഗിൽ വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റും ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ കാണിക്കാൻ, അഫെക്ഷൻ, ഡീപ്പായിട്ടുള്ള അഫെക്ഷനൊക്കെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഫോർത്ത് വൺ ആണ് ലിങ്കറിങ് ഹഗ്. കുറച്ചുകൂടെ നമ്മൾ വൾണറബിൾ ആവുന്ന സമയത്ത്, യൂഷ്വലി ഒരു ഫ്രണ്ട് ഹഗ് തന്നെയാണ്, പക്ഷെ അത് കുറേ നേരം നിൽക്കും. നമ്മളൊരാളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത്, യൂഷ്വലി ഗ്രീഫ്, ലവ്, വിഷമം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അയാളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം, നമുക്കറിയാം അയാളെ വിഷമത്തിലാണ്, അപ്പോൾ നമ്മൾ അയാളെ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിപ്പിടിച്ച് കുറേ നേരം നിൽക്കില്ലേ. ഒരാളുടെ വിടപറച്ചിലുകളിലോ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ ലിങ്കറിങ് ഹഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ബാക്കിയുള്ള 4 നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. അപ്പോൾ ഇതേപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിനോട് ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ ബിജുൽ ബന്ധു.